ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിയൊക്കെ സാധാരണ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ പാർട്സും കൂടെ കിട്ടും. അപ്പോൾ പാർട്സ് നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. അപ്പോൾ ഇനി കളയണ്ട, നല്ലൊരു മസാല കറിയാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള ഇപ്പോൾ കുറച്ചാണ് പാർട്സ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ സവാള, തക്കാളി, അതുപോലെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക് കൂടെ എരിവിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കടായി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റുക. അത് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി വരും. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ 4 പച്ചമുളക് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് 2 എടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചാണ് എന്തുള്ളത് പാർട്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സവാള ധാരാളമായിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് ചേർത്താൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് ഉപ്പ് ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഉള്ളി വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ പാർട്സ് അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ പാർട്സും പിന്നെ കോഴിയുടെ കാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി. കാരണം കൂടുതൽ എരിവില്ലാത്ത മുളകാണ്, പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കുരുമുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. തീരെ എരിവില്ല, ഒരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ 1 ടീസ്പൂണ്, ഒരു 1.5 ടീസ്പൂണ് അതൊന്ന് സൈഡിലേക്കാക്കി മല്ലിപ്പൊടി ഇട്ട് ഒന്ന് അവിടുത്തെ തന്നെ മൂപ്പിച്ചെടുക്കുക. എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇടാം. പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ നല്ല മല്ലിപ്പൊടി മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കറിക്കുണ്ടാകുക. അപ്പോൾ അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി കോഴി വാങ്ങുമ്പോൾ പാർട്സ് കിട്ടുമ്പോൾ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പറ്റുന്ന കറിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയാവും. പാർട്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പാർട്സ് നമുക്ക് കറി വെക്കാം. അപ്പോൾ ഒരു മണത്തിന് വേണ്ടി കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് ഓപ്ഷനലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇനി കുറച്ച് വേവാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധനം കുറച്ചുള്ളതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ അതിലൊക്കെ നല്ല കൊഴുപ്പുണ്ടാവും. കോഴി എൻ്റെ പാർട്സിൽ നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ കൊഴുപ്പൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം യൂസ് ചെയ്താൽ മതിയാവും. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒന്ന് നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 2 ചിക്കൻ്റെ പാർട്സാണ് ഉള്ളത്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി കാലാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ കാല് ഞാൻ മുമ്പേ ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചെടുത്താണ്. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി.
തൊലി പെട്ടെന്ന് വരും. ഒന്ന് ചൂടാക്കിയെടുത്താൽ കാല്. എന്നിട്ടത് ഒന്ന് മൂടി വെക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചതാണ്. അപ്പോൾ നല്ല ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു മസാലക്കറിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചിക്കൻ്റെ പാർട്സ് നിങ്ങൾ വെറുതെ കളയരുത്. ഇങ്ങനെ ഒരു മസാലക്കറി ആക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.